തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രക്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് പോപ്പുലേഷൻ എന്നാണ് ഈ മൊഡ്യൂളിൻ്റെ പേര്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ മീൻസ് കമ്പോസിഷൻ, പോപ്പുലേഷൻ്റെ ഘടന. Population structure means the composition of a population which is mainly constituted by age and sex. അപ്പോൾ പോപ്പുലേഷൻ്റെ ഘടന നിർണ്ണയിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഏജ് ആൻഡ് സെക്സ് എന്ന് പറയുന്നത്, പ്രായവും ലിംഗവും. അതായത് ഏജ് എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രദേശത്തുള്ള പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ പറയുന്ന സമയത്ത് അത് ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ജനനം മുതൽ അല്ലെങ്കിൽ 28 ദിവസം മുതൽ 1 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ആ കുട്ടിയെ നമ്മൾ ഇൻഫൻ്റ് എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ അഡോളസൻ്റ് എന്ന ഗ്രൂപ്പ് ഉണ്ട്. 13 അല്ലെങ്കിൽ 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ വരുന്ന അഡോളസൻസ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ വർക്കിംഗ് പോപ്പുലേഷൻ 18 മുതൽ 42 വരെയുള്ള ആളുകളെ നമ്മൾ എന്തു പറയും, വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഇതിനെയാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏത് ജനസംഖ്യയാണ് കൂടുതൽ, വർക്കിംഗ് പോപ്പുലേഷൻ ആണോ കൂടുതൽ, അതല്ലെങ്കിൽ പിന്നെ അഡോളസൻസ് ആണോ കൂടുതൽ, അല്ലെങ്കിൽ കുട്ടികൾ ചെറിയ നവജാത ശിശുക്കളാണോ കൂടുതൽ, ഏജ്ഡ് പോപ്പുലേഷൻ ആണോ കൂടുതൽ, ഇതൊക്കെയാണ് പോപ്പുലേഷൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഏജ് എന്ന് പറയുന്ന ഫാക്ടറിൽ ഉൾപ്പെടുന്നത്. അടുത്തതായിട്ട് സെക്സ്, ലിംഗം. അതായത് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് 2 തരത്തിൽ, മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്ന 2 സെക്സിൽപ്പെട്ട ആളുകളെയാണ് കൂടുതലായിട്ട് പോപ്പുലേഷനിൽ കാണപ്പെടുന്നത്. അപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഈ 2 കൂട്ടത്തിലുള്ള ആളുകൾ ഉൾപ്പെടുന്നതാണ് സെക്സ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ്, ഈ ഏജും സെക്സുമാണ് പോപ്പുലേഷൻ്റെ സ്ട്രക്ചറിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. നെക്സ്റ്റ് വൺ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ്റെ സ്വഭാവത്തിൽ ഏജും സെക്സും വരുന്നുണ്ട്. അതിന് പുറമേ ആയിട്ട് മാരിറ്റൽ സ്റ്റാറ്റസ്, അതായത് വിവാഹം കഴിഞ്ഞവരാണോ അവിവാഹിതരാണോ കൂടുതൽ, പിന്നെ റിലീജിയസ് ഗ്രൂപ്പ്സ്, ഡിഫറെൻ്റ് റിലീജിയസ് ഗ്രൂപ്പ്സ്, പിന്നെ കാസ്റ്റ്, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷനിൽ വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈനാമിക്സ് ഓഫ് പോപ്പുലേഷൻ. ഡൈനാമിക്സ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ, പോപ്പുലേഷൻ ഇൻ എ കൺട്രി ഈസ് നോട്ട് സ്റ്റാറ്റിക്സ്. പോപ്പുലേഷൻ ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തന്നെ നിരീക്ഷിച്ചാൽ അറിയാൻ കഴിയാവുന്നതാണ്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ജനസംഖ്യ ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പ്രതിഭാസമല്ല. പിന്നെന്താണ്, ജനസംഖ്യ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു ജനനം നടക്കും, അതല്ലെങ്കിൽ ഒരു മരണം നടക്കും, അതല്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ ഉണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പോപ്പുലേഷൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഡൈനാമിക്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ചേഞ്ച് എന്നൊക്കെ പറയുന്നത്. പോപ്പുലേഷൻ ഡൈനാമിക്സ് മീൻസ് ദ ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ. Population in a region is influenced by different factors like fertility, mortality, migration, marriage, divorce, widowhood, separation, etc. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ പോപ്പുലേഷൻ ഒരു പ്രദേശത്തുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് ജനനം, മരണം, കുടിയേറ്റം, വിവാഹം, പിന്നെ വിഡോഹുഡ്, വിധവാത്വം, അതേപോലെ തന്നെ സെപ്പറേഷൻ, വിവാഹം കഴിഞ്ഞിട്ട് 2 സ്ഥലത്തായിട്ട് താമസിക്കുന്ന ആളുകൾ, അതിനെയാണ് നമ്മൾ സെപ്പറേഷൻ എന്ന് പറയുക. ഇത്തരം ഘടകങ്ങളൊക്കെ ഒരു റീജിയനിലുള്ള പോപ്പുലേഷനെ ബാധിക്കുന്നു. ഇതൊക്കെ പോപ്പുലേഷനിൽ വരുന്ന മാറ്റങ്ങൾ പോപ്പുലേഷനിൽ ചേഞ്ചസ്, ഡൈനാമിക്സ് കൊണ്ടുവരുന്നു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ ഡൈനാമിക്സ്. പോപ്പുലേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു, ഫെർട്ടിലിറ്റി, മോർട്ടാലിറ്റി, മൈഗ്രേഷൻ, ഇവയൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന ഘടകങ്ങൾ. പിന്നെ മാരേജ്, ഡിവോഴ്സ്, സെപ്പറേഷൻ, വിഡോഹുഡ്, ഇതൊക്കെ മറ്റ് ഘടകങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റി മീൻസ് ദ ആക്ച്വൽ റീപ്രൊഡക്റ്റീവ് പെർഫോമൻസ് ഓഫ് എ വുമൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് വിമൺ. അതായത് ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ജനന നിരക്ക്, ജനനം. ഹ്യൂമൻ ഫെർട്ടിലിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ബയോളജിക്കൽ പോപ്പുലേഷൻ, ഈസ് നോൺ ആസ് റിപ്ലേസ്മെൻറ്റ് ആൻഡ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഹ്യൂമൻ ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റി ഈസ് എ പോസിറ്റീവ് ഫോഴ്സ് ത്രൂ വിച്ച് ദ പോപ്പുലേഷൻ എക്സ്പാൻസ്. അതായത്
ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റീപ്രൊഡക്റ്റീവ് പെർഫോമൻസ്, ഒരു പിന്നെ സ്ത്രീയുടെ ആക്ച്വൽ റീപ്രൊഡക്റ്റീവ് പെർഫോമൻസിനെയാണ് നമ്മൾ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു ഘടകം മാത്രമേ ആവുന്നുള്ളൂ. ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യ ഒരുപക്ഷെ കുറയാം, അതല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്ത് പെട്ടെന്നാവാം, ജനസംഖ്യ വളർച്ച. അതിനെയാണ് നമ്മൾ ഫെർട്ടിലിറ്റി, ജനന നിരക്ക് അല്ലെങ്കിൽ ജനനം, ബർത്ത് റേറ്റ് ആണ് ഈ ഫെർട്ടിലിറ്റിയിൽ ഉള്ളത്. അടുത്തത് ഫിക്കൻഡിറ്റി. ഇത് ഫിക്കൻഡിറ്റി എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ്. ഇറ്റ് ഈസ് ദ ടേം റിലേറ്റഡ് വിത്ത് ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ് ഫിക്കൻഡിറ്റി എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ മാൻ ഓർ എ വുമൺ ഓർ എ കപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ റീപ്രൊഡക്ഷൻ. അതായത് റീപ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, പങ്കെടുക്കാനുള്ള ഒരു കപ്പിൾ, ഒരു പിന്നെ എന്താണ് ദമ്പതികളുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ കഴിവിനെയാണ് നമ്മൾ ഫിക്കൻഡിറ്റി എന്ന് പറയുന്നത്. ഫിക്കൻഡിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ബയോളജിക്കലായിട്ടുള്ള ഒരു ടേമാണ്. ഫിക്കൻഡിറ്റി എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ടേമാണ്. അപ്പോൾ പിന്നെ ഫെർട്ടിലിറ്റിയിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ഫിക്കൻഡിറ്റി. അതായത് ഫിക്കൻഡിറ്റി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഫെർട്ടൈൽ ആണ്, അല്ലെങ്കിൽ അവർക്ക് റീപ്രൊഡക്ഷനുള്ള സാധ്യതകളുള്ളൂ. അപ്പോൾ ഇത് ഫെർട്ടിലിറ്റി എന്ന ഈ ടേമിൽ നിന്ന് വ്യത്യസ്തമാണ് ഫിക്കൻഡിറ്റി എന്നുള്ള ഈ ടേം. നമുക്ക് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ബർത്ത് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ മെഷർ ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞു ആക്ച്വൽ റീപ്രൊഡക്റ്റീവ് പെർഫോമൻസ് ആണെന്ന്. അതെന്ത് ചെയ്യാം, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ബർത്ത് റേറ്റിലൂടെയാണ്. എന്നാൽ ഫിക്കൻഡിറ്റിക്ക് എന്തില്ല, ഒരു മെഷർമെൻ്റ് ഇല്ല. അത് മെഷർ ചെയ്യാൻ സാധ്യമല്ല. ഒരാൾക്ക് പിന്നെ എന്താണ് റീപ്രൊഡക്ഷൻ പ്രക്രിയയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഫിക്കൻഡിറ്റി എന്ന് പറയുന്നത്. ഇതൊരു ബയോളജിക്കൽ ടേമാണ്. നെക്സ്റ്റ് ടേം ഈസ് ഫാമിലി സൈസ്. ഫാമിലി സൈസ് എന്നുള്ളത് പിന്നെ ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ടേമാണ്. ഇറ്റ് ഈസ് അനദർ ടേം റിലേറ്റഡ് വിത്ത് ഫെർട്ടിലിറ്റി. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഓഫ് എ വിമൺ ഓർ എ കപ്പിൾ ബോൺ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഒരു പ്രത്യേക സമയത്തിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീക്കോ അതല്ലെങ്കിൽ ഒരു ദമ്പതിമാർക്കോ പിന്നെ ജനിച്ചിട്ടുള്ള ആകെ കുട്ടികളുടെ എണ്ണത്തെയാണ് നമ്മൾ ഫാമിലി സൈസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, 2 കുട്ടികളുള്ള സ്ത്രീയെ നമ്മൾ സെക്കൻഡ് പാരിറ്റി വിമൺ, ഫസ്റ്റ് പാരിറ്റി, ഒരു കുട്ടിയുള്ള സ്ത്രീയെ നമ്മൾ ഫസ്റ്റ് പാരിറ്റി വിമൺ, ഇങ്ങനെയൊക്കെ വിളിക്കുന്ന കൺസെപ്റ്റുകളും ഈ പോപ്പുലേഷനിൽ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ ഡൈനാമിക്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഫാക്ടറാണ് ഫെർട്ടിലിറ്റി. പിന്നെ 2 ടേം ഫിക്കൻഡിറ്റി ആൻഡ് ഫാമിലി സൈസ് ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങൾ. ദ ബർത്ത് ഓഫ് എ ചൈൽഡ് ഈസ് ബയോളജിക്കൽ പ്രോസസ്. ഒരു കുട്ടിയുടെ ജനനം എന്ന് പറഞ്ഞാൽ അതെന്താണ്, ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ബട്ട് വിച്ച് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കസ്റ്റംസ്, വാല്യൂസ് ആൻഡ് നോംസ്. ഇത് വെറും ഒരു ബയോളജിക്കൽ പ്രോസസ്സ് മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. പിന്നെ എന്താണ്, നമ്മളുടെ ആചാരങ്ങളും മൂല്യങ്ങളും നിയമങ്ങളും ഒക്കെ ഈ ഒരു പ്രക്രിയയെ സ്വാധീനിക്കുന്നുണ്ട്. ദ ബയോളജിക്കൽ ലിമിറ്റ്സ് ഇൻ ഫെർട്ടിലിറ്റി ആർ അസോസിയേറ്റഡ് വിത്ത് സെക്സ് ആൻഡ് ഏജ്. ബയോളജിക്കൽ ലിമിറ്റ്സ്, ജീവശാസ്ത്രപരമായിട്ടുള്ള പരിമിതികൾ, ഇൻ ഫെർട്ടിലിറ്റിയിൽ ആർ അസോസിയേറ്റഡ് വിത്ത് സെക്സ് ആൻഡ് ഏജ്. ഏജും സെക്സുമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പിന്നെ ബയോളജിക്കലായിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് അവർ റീപ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പ്യൂബർട്ടി ആവുന്നതോട് കൂടിയിട്ടാണ്. അത് അങ്ങനെ പ്യൂബർട്ടി കഴിഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതൊരു 42-45 വയസ്സ് വരെയൊക്കെ, അല്ലെ 50 വയസ്സ് വരെ മാത്രമൊക്കെ അവർക്ക് ഈ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവുള്ളൂ. അതുവരെ മാത്രമേ സ്ത്രീകൾക്ക് പിന്നെ റീപ്രൊഡക്ഷന് സാധ്യതയുള്ളൂ. പക്ഷേ ഇന്നിപ്പം കുറേ പിന്നെ എന്താണ് വൈദ്യശാസ്ത്ര രംഗത്തുള്ള നേട്ടങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള അത് കഴിഞ്ഞിട്ടും സ്ത്രീകൾ റീപ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ നാച്ചുറലായിട്ടുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സ് ഒരു 40-45 വയസ്സ് വരെയൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഏജാണ് അതിൽ പ്രധാനപ്പെട്ടത്. പിന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഒരു ലിമിറ്റ് ഇല്ല. അത് പിന്നെ
എത്ര കാലം വേണമെങ്കിലും റീപ്രൊഡക്ഷന് അവർക്ക് സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഏജ്, സെക്സ്. ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് വൺ ഈസ് അഡോളസെൻ്റ് സ്റ്റെറിലിറ്റി. അഡോളസെൻ്റ് സ്റ്റെറിലിറ്റിയാണ് ഒന്നാമത്തേതായിട്ട് വരുന്നത്. സെക്കൻഡ് വൺ പോസ്റ്റ് പാർട്ടം സ്റ്റെറിലിറ്റി. തേർഡ് വൺ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റെറിലിറ്റി. നെക്സ്റ്റ് വൺ ഈസ് റീപ്രൊഡക്റ്റീവ് വേസ്റ്റേജ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് ഫെർട്ടിലിറ്റിയിൽ വരുന്നത്. അഡോളസെൻ്റ് സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്റ്റെറിലിറ്റി ഒബ്സർവ്ഡ് ഇൻ ഗേൾസ് ബിലോ ദ ഏജ് ഓഫ് 13 to 17 ഇയേഴ്സ്. ദിസ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ഇറഗുലാരിറ്റി ഓഫ് സെക്സ്. അതായത് നമ്മൾ പറഞ്ഞു ഈ അഡോളസെൻ്റ് സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ, അതായത് 13 മുതൽ 17 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിൽ കാണപ്പെടുന്ന ഒരു സ്റ്റെറിലിറ്റിയാണ് അഡോളസെൻ്റ് സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം ഇത്തരം സ്റ്റെറിലിറ്റികൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറഗുലാരിറ്റി ഓഫ് സെക്സ്. ഇറഗുലാരിറ്റി ഓഫ് സെക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ മെൻസ്ട്രൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മുതൽ 17 വയസ്സ് വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ 10, 15, 16 അവിടെ വരെയൊക്കെയുള്ള കാലഘട്ടത്തിൻ്റെ ഉള്ളിലാണ് ഈ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവരിലുണ്ടാകുന്ന സ്റ്റെറിലിറ്റിയാണ് നമ്മൾ അഡോളസെൻ്റ് സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പോസ്റ്റ് പാർട്ടം സ്റ്റെറിലിറ്റി. ഇറ്റ് ഈസ് എ ടെമ്പററി വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ആബ്സ്റ്റിനൻസ്. വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വോളണ്ടറി ആയിട്ട് നമ്മളുടെ ഇഷ്ടപ്രകാരം ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഈ ഇൻ്റർകോഴ്സിൽ നിന്നും വിട്ട് നിൽക്കുക, അല്ലെങ്കിൽ സെക്ഷൽ റിലേഷനിൽ നിന്നും വിട്ട് നിൽക്കുന്നതാണ് വോളണ്ടറി ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ. ഇൻവോളണ്ടറി ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദഫലമായിട്ട് നമ്മൾ വിട്ടു നിൽക്കുന്നതിനാണ് ഇൻവോളണ്ടറി ആബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി സ്റ്റെറിലിറ്റി ഒക്കെ ഉണ്ടാവുന്നത് അത്തരത്തിലൊരു ഇൻവോളണ്ടറി ആബ്സ്റ്റിനൻസ് കാരണമാണ്. നെക്സ്റ്റ് വൺ ഈസ് കോയിറ്റൽ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പിന്നെ ദ സെക്ഷൽ റിലേഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ, അതായത് മെയിലും ഫീമെയിലും വിവാഹശേഷം ഉണ്ടാകുന്ന സെക്ഷൽ റിലേഷൻ്റെ ആവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ. അത് ഏത് രീതിയിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എത്ര സമയം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കുറിച്ച് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കോയിറ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കൺസെപ്ഷൻ വേരിയബിൾസ്. അടുത്തത് കൺസെപ്ഷൻ വേരിയബിൾസ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസെപ്ഷൻ വേരിയബിൾസ്. കൺസെപ്ഷൻ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ കൺസെപ്ഷൻ മീൻസ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ് ഓഫ് ദ sperm joins with egg in fallopian tube. It occurs after intercourse. All intercourses are not lead to conception. It is a biological process of the sperm travels up through vagina into uterus and fertilizes an egg found in fallopian tube. അപ്പോൾ ഇൻ്റർകോഴ്സിന് ശേഷം നടക്കുന്ന പിന്നെ പ്രക്രിയയാണ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞ ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ള പ്രക്രിയയാണ്. പക്ഷേ എല്ലാ ഇൻ്റർകോഴ്സസും എന്ത് ചെയ്യുന്നില്ല, കൺസെപ്ഷനിലേക്ക് നയിക്കുന്നില്ല. അപ്പം ഒരു ഫാലോപ്യൻ ട്യൂബിൽ വെച്ചിട്ട് സ്പേം, പുരുഷ ബീജങ്ങൾ സ്ത്രീ ബീജവുമായിട്ട് യോജിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കൺസെപ്ഷൻ. ഈ കൺസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിക്കൻഡിറ്റി ഓർ ഇൻഫിക്കൻഡിറ്റി ആസ് എഫക്റ്റഡ് ബൈ ഇൻവോളണ്ടറി കോസസ്. Next one is use of contraception and
അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളാണ് ഈ കോയിറ്റൽ ഫ്രീക്വൻസിയിൽ കൺസെപ്ഷൻ വേരിയബിൾസിൽ വരുന്നത്. ഫിക്കൻഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ഓഫ് എ വുമൺ ഓർ എ കപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ റിപ്രൊഡക്ഷൻ. ഈ ഫിക്കൻഡിറ്റി അല്ലെങ്കിൽ ഇൻഫിക്കൻഡിറ്റി എഫക്റ്റഡ് ബൈ ഇൻവോളണ്ടറി ആൻഡ് വോളണ്ടറി കോസസ്. അതായത് വോളണ്ടറി കോസസ് കൊണ്ടോ അല്ലെങ്കിൽ ഇൻവോളണ്ടറി കോസസ് കൊണ്ടോ ഉണ്ടാവുന്ന ഫിക്കൻഡിറ്റി അല്ലെങ്കിൽ ഇൻഫിക്കൻഡിറ്റി, ഒരു റിപ്രൊഡക്റ്റീവ് പ്രോസസ്സിൽ പങ്കെടുക്കാനുള്ള കപ്പാസിറ്റി അത് നമുക്ക് വോളണ്ടറി, നമുക്ക് സ്വയം താല്പര്യമില്ലാതെ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഇൻവോളണ്ടറി ആയിട്ട് നമ്മളുടെ താല്പര്യപ്രകാരമല്ലാതെയും ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ളത് കൺസെപ്ഷനെ ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് യൂസ് ഓഫ് കോൺട്രാസെപ്ഷൻ. യൂസ് ഓഫ് കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസസ് ഓഫ് കോൺട്രാസെപ്ഷൻ. യൂസസ് ഓഫ് കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാസെപ്ഷൻ മീൻസ് ദ കൺസെപ്ഷൻ ഓഫ് എ വിമൺ ത്രൂ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അതായത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് കൺസെപ്ഷനെ തടയുന്ന പ്രക്രിയയാണ്, ഒരു സ്ത്രീയുടെ കൺസെപ്ഷനെ തടയുന്ന പ്രക്രിയയാണ് നമ്മൾ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ ദ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ടു ഹെൽപ്പ് വിമൺ അവോയ്ഡ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. അതായത് അനാവശ്യമായിട്ടുള്ള പ്രഗ്നൻസിയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്ത്രീകളിൽ ഉപയോഗിക്കുന്ന പ്രിവെൻറ്റീവ് മെത്തേഡ്സിനെയാണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയിൽ സ്റ്റെറിലൈസേഷൻ, ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ, അതായത് പ്രസവം നിർത്തുന്നത് പോലെയുള്ള അല്ലെങ്കിൽ ഈ സ്റ്റെറിലിറ്റിയെ തടയുന്ന രീതിയിലുള്ള ഇതൊക്കെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്. IUD, പിന്നെ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു സ്ത്രീയുടെ കോൺട്രാസെപ്ഷൻ, അതായത് ഈ സ്പേമും എഗ്ഗും കൂടിച്ചേരുന്ന ആ പ്രക്രിയയെ തടയുക, ഇതാണ് കോൺട്രാസെപ്ഷനിലൂടെ ചെയ്യുന്നത്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിലൂടെയാണ് കോൺട്രാസെപ്ഷൻ നടക്കുന്നത്. ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഓർ എഗെയിൻസ്റ്റ് കൺസെപ്ഷൻ. ഇതിനെയാണ് നമ്മൾ കോൺട്രാസെപ്ഷൻ എന്ന് പറയുക. ഇത് കൺസെപ്ഷനെ തടയുന്ന വേരിയബിൾസ് ആണ് യൂസസ് ഓഫ് കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കൺസെപ്ഷൻ വേരിയബിൾസിലെ യൂസസ് ഓഫ് കോൺട്രാസെപ്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഗസ്റ്റേഷൻ വേരിയബിൾസ്. ഈ ഗസ്റ്റേഷൻ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റേഷൻ ഇറ്റ് ഈസ് അനദർ ബയോളജിക്കൽ പ്രോസസ് ഇൻ ബർത്ത് ഓർ ചൈൽഡ് ബിയറിംഗ്. എ ഫീറ്റസ് ഗ്രോസ് ആൻഡ് ഡെവലപ്സ് ഇൻ ദ വൂംബ് ഡ്യൂറിങ് ഗസ്റ്റേഷൻ. അതായത് ഗസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു ഫീറ്റസ്, ഭ്രൂണം വളർന്ന് വികസിക്കുന്നതിനെയാണ് നമ്മൾ ഗസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഗസ്റ്റേഷനെ സ്വാധീനിക്കുന്ന വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഫീറ്റൽ മോർട്ടാലിറ്റി ഫ്രം വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി കോസസ്. വോളണ്ടറി, നമ്മളുടെ സ്വമേധയാ ഉള്ള ഇഷ്ടപ്രകാരം നടക്കുന്ന ഫീറ്റൽ മോർട്ടാലിറ്റി, ഭ്രൂണത്തിൻ്റെ മരണം, അല്ലെങ്കിൽ ഇൻവോളണ്ടറി കോസസ്, നമ്മളുടെ നിയന്ത്രണത്താലല്ലാതെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യത്താലല്ലാതെ നടക്കുന്ന ഫീറ്റൽ മോർട്ടാലിറ്റി, ഈ വയറ്റിലുള്ള ഭ്രൂണം അല്ലെങ്കിൽ ഗർഭപാത്രത്തിലിരിക്കുന്ന ഭ്രൂണം നശിച്ചു പോകുന്ന ഈ ഒരു സ്റ്റേഷനെ തടയുന്നു. അപ്പം പ്രസവം നടക്കാതെ പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഈ ബർത്തിനെ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങൾ, സോഷ്യോ കൾച്ചറൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇൻ്റർകോഴ്സ്, കൺസെപ്ഷൻ ആൻഡ് ഗസ്റ്റേഷൻ വേരിയബിൾസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇൻ്റർകോഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഫിസിക്കൽ സെക്ഷൽ കോൺടാക്റ്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ദാറ്റ് ഇൻവോൾവ്സ് ദ ജെനിറ്റാലിയ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ പേഴ്സൺ. അതായത് ഫിസിക്കൽ സെക്ഷൽ കോൺടാക്റ്റിനെയാണ് നമ്മൾ ഇൻ്റർകോഴ്സ് എന്ന ഈ പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബയോളജിക്കൽ പ്രോസസ്സിലുള്ള ഇൻ്റർകോഴ്സ് എന്ന് പറഞ്ഞാൽ
ശാരീരികവും ലൈംഗികവുമായിട്ട് നടക്കുന്ന ബന്ധത്തെയാണ് നമ്മൾ ഇൻ്റർ കോഴ്സ് എന്ന ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 സ്റ്റേജസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും. നെക്സ്റ്റ് ടോപ്പിക് മെഷേഴ്സ് ഓഫ് ഫെർട്ടിലിറ്റി. അതായത് ഈ ഫെർട്ടിലിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഫെർട്ടിലിറ്റിയെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് CBR, ക്രൂഡ് ബർത്ത് റേറ്റ്. ക്രൂഡ് ബർത്ത് റേറ്റ് എന്നാണ് ഈ CBR എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CBR, ക്രൂഡ് ബർത്ത് റേറ്റ്. ഈ ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ബർത്ത് റേറ്റ് കണ്ടുപിടിക്കുന്നത് CBR ഈസ് ഈക്വൽ ടു B × K/P. നെക്സ്റ്റ് വൺ ഈസ് GFR, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്നത് B × 10K/FP. നെക്സ്റ്റ് വൺ ഈസ് ASFR, ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ഈസ് ഈക്വൽ ടു B1 × K/P1. ഫസ്റ്റ് CBR, ക്രൂഡ് ബർത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു B × K/P, where B is total number of live births in a given year and area. P is equal to mid-year population of the year. Next K is equal to mid-year population of the year. P is equal to 1000. Next one is GFR, general fertility rate is equal to B × 10K divided by FP, general fertility rate, where B is equal to total number of live births in a given year and area. 10K is equal to total number of women of childbearing at the midpoint of the year in a given geographical area. P1 is equal to 1000. ASFR, age specific fertility rate, B1 × K whole divided by P1. B1 is equal to number of births to women in specific age group. K is equal to total number of women of childbearing at midpoint. P1 is equal to 1000. ഇതാണ് മെഷേഴ്സ് ഓഫ് ഫെർട്ടിലിറ്റി മെഷർ ചെയ്യാനുള്ള ഘടകങ്ങൾ. നമ്മൾ ഈ ഫെർട്ടിലിറ്റി മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി എത്രയാണെന്ന് അറിയാനും പിന്നെ അതോടൊപ്പം തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിലോ പ്രദേശങ്ങളിലോ ഉള്ള ഫെർട്ടിലിറ്റിയെ താരതമ്യപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് ഫാക്ടർ ഓഫ് പോപ്പുലേഷൻ ഡൈനാമിക്സിൻ്റെ സെക്കൻഡ് ഫാക്ടർ ആയിട്ടുള്ള മോർട്ടാലിറ്റിയാണ്. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡൈനാമിക്സിൻ്റെ പോപ്പുലേഷൻ ചേഞ്ചിൻ്റെ ഒരു ഘടകമാണ്. മരണനിരക്ക് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മോർട്ടാലിറ്റി ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവിവര കണക്കാണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻഡ് ഡെത്ത് ആസ് ദ പെർമനൻറ്റ് ഡിസപ്പിയറൻസ് ഓഫ് ഓൾ എവിഡൻസസ് ഓഫ് ലൈഫ് അറ്റ് എനി ടൈം ആഫ്റ്റർ ബർത്ത് ഹാസ് ടേക്കൺ പ്ലേസ്. അപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന ഡെത്തിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജനനം നടന്നതിന് ശേഷം പിന്നെ
ഏതെങ്കിലും ഒരു സമയത്ത് ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ എല്ലാ തെളിവുകളും സ്ഥിരമായിട്ട് അപ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡെത്ത് എന്ന് പറയുന്നത്. ഡെത്ത് എന്ന് പറയുന്നത് ഈ പോപ്പുലേഷൻ ജനസംഖ്യ വളർച്ചയിൽ, പോപ്പുലേഷൻ ഗ്രോത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് മോർട്ടാലിറ്റി കുറഞ്ഞും കൂടിയും ഇരിക്കുന്നു. മുൻപ് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ തിയറിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മോർട്ടാലിറ്റി റേറ്റ് കൂടുതൽ, മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ വികസനമില്ലാത്ത അൺഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിരിക്കാം, മെഡിക്കൽ ഫെസിലിറ്റീസ് കുറവായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമായിരുന്നു പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെങ്കിൽ പ്രിമിറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അവിടെ മരണനിരക്ക്, മോർട്ടാലിറ്റി റേറ്റും ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി, ശിശു മരണനിരക്കും വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ റിക്കവർ ചെയ്ത് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് കുറവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്, പിന്നെ നമ്മളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ, ഇതൊക്കെ മരണനിരക്കിന് എന്ത് ചെയ്യുന്നു, കുറച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ഈ മരണത്തിനുള്ള അല്ലെങ്കിൽ മരണനിരക്ക് കൂടാനുള്ള അല്ലെങ്കിൽ കുറയാനൊക്കെ ഉള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പോപ്പുലേഷൻ ഡൈനാമിക്സ് എന്ന ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നു. ഫാക്ടേഴ്സ് ഓഫ് മോർട്ടാലിറ്റിയുടെ കാരണങ്ങൾ അല്ലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫാമിൻ ആൻഡ് ഫുഡ് ഷോർട്ടേജ്. ഫാമിൻ, വരൾച്ച, ആൻഡ് ഫുഡ് ഷോർട്ടേജ്, ഭക്ഷണത്തിലുള്ള ക്ഷാമം, ഭക്ഷ്യക്ഷാമം. നെക്സ്റ്റ് വൺ ഈസ് എപ്പിഡമിക്സ്. ഫാമിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വരൾച്ച, അതായത് മഴയൊന്നുമില്ലാത്തൊരവസ്ഥയിൽ നമ്മളുടെ നാട്ടിലുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കുറയുന്നു. അതേപോലെ തന്നെ രോഗങ്ങൾ, എപ്പിഡമിക്സ്, പകർച്ചവ്യാധികളൊക്കെ വർദ്ധിക്കുന്നു. അപ്പോൾ ഈ ജലക്ഷാമം കൊണ്ടും ഭക്ഷണക്ഷാമം കൊണ്ടൊക്കെ ആളുകൾ, നിർജ്ജലീകരണം കൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇത് മോർട്ടാലിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ് ഫാമിൻ ആൻഡ് ഫുഡ് ഷോർട്ടേജ്, വരൾച്ചയും ഭക്ഷ്യക്ഷാമവും. നെക്സ്റ്റ് വൺ ഈസ് എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ. ഈ പിന്നെ ക്ഷാമമൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് കൂടുതലും എപ്പിഡമിക്സ് ഉണ്ടാകുന്നത്. പിന്നെ മഴ കൂടുന്ന സമയത്ത് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു. നമുക്കെല്ലാവർക്കും നമ്മളുടെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. പകർച്ചവ്യാധികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വേനലൊക്കെ കഴിഞ്ഞൊരു മഴക്കാലം വരുന്ന സമയത്ത് പിന്നെ മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നത്, അതേപോലെ തന്നെ ചിക്കൻ പോക്സ്, പിന്നെ മുമ്പ് കാലത്തുണ്ടായിരുന്നതായിരുന്നു വസൂരി എന്ന് പറയുന്ന ഒരു പിന്നെ പകർച്ചവ്യാധി, എപ്പിഡമിക്സ്. അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ പിന്നെ നമ്മളെ നാട്ടിൽ പകർച്ചവ്യാധികൾ, മലേറിയ, കുഷ്ഠം, ഇതൊക്കെ എപ്പിഡമിക്സിൽ വരുന്ന കാര്യങ്ങളാണ്, വരുന്ന മറ്റ് രോഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, മെഡിക്കൽ ഫീൽഡിലുള്ള ഈ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും മോർട്ടാലിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ്. നെക്സ്റ്റ് വൺ ഈസ് വാർ. ഇറ്റ് ഈസ് അനദർ ഫാക്ടർ ഓഫ് മോർട്ടാലിറ്റി. യുദ്ധങ്ങൾ, അതായത് പൊളിറ്റിക്കൽ കോസസ് കൊണ്ടൊക്കെ യുദ്ധങ്ങൾ ഉണ്ടാവാം, രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ, ഇതുകൊണ്ടൊക്കെ നടക്കുന്ന യുദ്ധങ്ങൾ മരണനിരക്കിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് പുവർ സാനിറ്ററി കണ്ടീഷൻസ്. പിന്നെ എന്താണ്, മലിനീകരണം, അതായത് ഈ സാനിറ്ററി കണ്ടീഷൻസ്, നമ്മളുടെ വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് മോർട്ടാലിറ്റി റേറ്റ്, അതായത് എപ്പിഡമിക്സ് ഉണ്ടാവാം, പകർച്ചവ്യാധികളോ മറ്റ് രോഗങ്ങളോ ഉണ്ടായിട്ട് അത് മോർട്ടാലിറ്റിയിലേക്ക് നയിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് സിക്നെസ്, രോഗാവസ്ഥകൾ, അതായത് പലതരത്തിലുള്ള രോഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മരണത്തിലേക്ക് നയിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ക്യാൻസർ, മറ്റ് രോഗാവസ്ഥകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പിന്നെ മോർട്ടാലിറ്റി ഫാക്ടേഴ്സിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. നെക്സ്റ്റ് അടുത്തത് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, പാരിസ്ഥിതിക ഘടകങ്ങൾ. മോർട്ടാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഡെത്തിലേക്ക് നയിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി ആൻഡ് റെസിഡൻസ്, കമ്മ്യൂണിറ്റിയും റെസിഡൻസും. നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രദേശത്ത് ഒരു കൂട്ടം ആളുകൾ ഐക്യത്തോടു കൂടി ജീവിക്കുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി. ഗ്രൂപ്പ് ലൈഫ് എന്ന് പറയുന്നത് ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി
കൂടുതലായിട്ട് തിക്കായിട്ടുള്ള ഏരിയകളിൽ പിന്നെ രോഗസാധ്യതകൾ കൂടുതലായിരിക്കും. അതായത് അവരുടെ അവർക്കുള്ള ഫെസിലിറ്റീസൊക്കെ അവിടെ കുറവായിരിക്കും. ആൻഡ് റെസിഡൻസ്, അടുത്തത് റെസിഡൻസ്, താമസ സ്ഥലത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മോർട്ടാലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് റൂറൽ ഏരിയ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അർബൻ ഏരിയയിലും ഡെത്ത് റേറ്റിൻ്റെ സാധ്യതകൾ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഈ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസൊക്കെ കൂടുന്നതിനനുസരിച്ച് വാഹനങ്ങൾ അർബൻ ഏരിയയിൽ കൂടുതലായിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ പുക കൂടാനും അതേപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് ഇത്തരം പ്രദേശങ്ങളിൽ കുറയാനും കാരണമാകുന്നു. പിന്നെ ഡ്രൈനേജ്, ഈ ഡ്രൈനേജൊക്കെ എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ റിപ്പയർ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അത് പലതരത്തിലുള്ള എപ്പിഡമിക്സിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഈ റെസിഡൻസും ഡെത്തിലേക്ക് നയിക്കുന്ന ഒരു എൻവിറോൺമെൻറ്റൽ ഫാക്ടറാണ്. നെക്സ്റ്റ് വൺ ഈസ് ഒക്യുപ്പേഷൻ, തൊഴിൽ എന്ന് പറയുന്നത് ഡെത്ത് റേറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ ചില പ്രദേശങ്ങളിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, പലതരത്തിലുള്ള പിന്നെ ഈ സിമൻറ്റ് ഫാക്ടറി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതേപോലെ ആസ്ബസ്റ്റോസ് നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ ഫാക്ടറീസിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിൽ രോഗങ്ങൾ പിന്നെ ഉണ്ടാവുന്നുണ്ട് അവരിൽ. അതെ, അപ്പോൾ ഒക്യുപ്പേഷൻ ഡെത്തിലേക്ക് നയിക്കുന്ന ഒരു കാരണമായി മാറുന്നുണ്ട്. പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ്, അത് തിയറിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ ആളുകളുടെ ഡെത്ത് റേറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട് ആസ് കമ്പയർ ടു അൺമാരീഡ് ഇൻഡിവിജ്വൽസ്. അതായത് അവിവാഹിതരായ ആളുകളുടെ മരണനിരക്ക് കൂടുന്നു എന്നാണ് മുൻകാലങ്ങളിലുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പം അതും ഒരു എൻവിറോൺമെൻറ്റൽ ഫാക്ടറാണ്. പിന്നെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് നമ്മളുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് നമ്മൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മെഷേഴ്സ് ഓഫ് മോർട്ടാലിറ്റി. അതായത് ഫസ്റ്റ് മെഷർ, ഈ മോർട്ടാലിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രദേശത്തെ മരണനിരക്ക് അറിയാമെന്നുള്ളത് മാത്രമല്ല, ഇതിന് വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള മരണനിരക്കിനെ താരതമ്യപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. ക്രൂഡ് ഡെത്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഈസ് ഈക്വൽ ടു D/P into 1000. D means the number of death during given calendar year. P means mid-year population. Next one is ASDR, age specific death rate, is equal to number of deaths in specific age group during the year divided by mid-year population into 1000. Next one is infant mortality rate is equal to D0 divided by B into 1000. D0 is number of infants who died before 1 year. B is equal to total number of live births occurring in that year. അപ്പോൾ ഇതാണ് മോർട്ടാലിറ്റി കണ്ടുപിടിക്കാനുള്ള 3 മെഷർമെൻറ്റ്സ്. വളരെ ബേസിക് ആയിട്ടുള്ളതും പിന്നെ സിമ്പിൾ ആയിട്ടുള്ളതും ആയ 3 മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഫാക്ടറാണ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ദ തേർഡ് ഫാക്ടർ ഓഫ് പോപ്പുലേഷൻ ഡൈനാമിക്സ് ഓർ ചേഞ്ച്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇറ്റ് ഈസ് എ ജോഗ്രഫിക്കൽ മൂവ്മെൻറ്റ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, ചലനത്തെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലേസ് ഓഫ് ഒറിജിൻ ആൻഡ് പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഓർ അറൈവൽ ഈസ് ദ 2 കൺസെപ്റ്റ്സ് ഡിസ്കസ്ഡ് ഇൻ മൈഗ്രേഷൻ. പ്ലേസ് ഓഫ് ഒറിജിൻ നമ്മളുടെ ജനന സ്ഥലം, ആൻഡ് പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലം. ഈ 2 കൺസെപ്റ്റുകളാണ് അപ്പം മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ it is the permanent or temporary change of residence from one place of place of origin to the place of destination or arrival. ഒരു വ്യക്തി സ്ഥിരമായോ അല്ലെങ്കിൽ താൽക്കാലികമായോ അയാളുടെ താമസ സ്ഥലം അയാളുടെ ജനന സ്ഥലത്തിൽ നിന്നും അല്ലെങ്കിൽ സ്ഥിരവാസമുള്ള ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്.
മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കുടിയേറ്റം എന്നുള്ളതാണ്. ഒരു വ്യക്തി സ്ഥിരമായോ താൽക്കാലികമായോ അയാളുടെ താമസം അയാൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ജനന സ്ഥലത്ത് നിന്നോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ കുടിയേറ്റം എന്ന് പറയുന്നത്. ഇത് പോപ്പുലേഷനെ സ്വാധീനിക്കുന്ന വലിയ ഒരു ഘടകമാണ്. മൈഗ്രേഷനിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. സാമൂഹിക കാരണങ്ങളാൽ പിന്നെ എന്തുണ്ടാവാം, മൈഗ്രേഷൻ ഉണ്ടാവാം, കുടിയേറ്റങ്ങൾ ഉണ്ടാവാം. രാഷ്ട്രീയപരമായ കാരണങ്ങളാലും സാംസ്കാരികപരമായ കാരണങ്ങളാലും മൈഗ്രേഷൻ നടക്കാം. നമുക്ക് നമ്മളുടെ ചുറ്റുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇതൊരു കോമൺ സെൻസ് കൺസെപ്റ്റാണ് മൈഗ്രേഷൻ, കുടിയേറ്റം എന്ന് പറയുന്നത്. അപ്പം സാമൂഹികമായിട്ടുള്ള കാരണങ്ങളാൽ മാരേജ് ഒരു പിന്നെ മൈഗ്രേഷൻ്റെ ഒരു കാരണമാണ്. ഒരു പ്രദേശത്ത് നിന്നും ഒരു പെൺകുട്ടി മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയാൽ ആ പെൺകുട്ടി അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയി. അതൊരു പെർമനൻ്റ് മൈഗ്രേഷനാണ്. പിന്നെ അടുത്തതായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാൽ മൈഗ്രേറ്റ് ചെയ്യാം. അതായത് ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ നമ്മൾ രോഹിംഗ്യൻസിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അവർ പിന്നെ അവരെ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ട് അവരൊരു പ്രദേശത്ത് ജനിച്ചവരല്ല എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ മൈഗ്രേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിർത്തി പ്രദേശങ്ങളിൽ പിന്നെ ബൗണ്ടറി പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് ആ പ്രദേശങ്ങളിൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ. പിന്നെ ചില പ്രദേശങ്ങളിൽ എപ്പോഴും പൊളിറ്റിക്കൽ അൺറസ്റ്റ് ഉള്ള സ്ഥലങ്ങളുണ്ടാവും. അത്തരം സ്ഥലങ്ങളിൽ നിന്നും സമാധാനപൂർണ്ണമായ സ്ഥലങ്ങളിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചില പ്രദേശങ്ങളിലെ സംസ്കാരങ്ങൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ ആളുകൾ എന്ത് ചെയ്യുന്നു, മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, നല്ല കാലാവസ്ഥ, ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ മൈഗ്രേഷൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യൻ്റെ ജനനം മുതൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ തന്നെ ഈ ഒരു മൈഗ്രേഷൻ ഇങ്ങനെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ പിന്നെ ഈ ഫെർട്ടൈൽ സോയിൽ, ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് തേടി യാത്ര തുടരുകയാണ് ചെയ്യുന്നത്. വെള്ളവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണും തേടി ആളുകൾ കുടിയേറ്റങ്ങൾ നടത്തിയതായിട്ട് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പം വളരെ കാലം മുമ്പ് തന്നെ ഈ മൈഗ്രേഷൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ തന്നെ ഇത് കാണപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് അർബനൈസേഷൻ്റെ, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലാണ് റൂറൽ അർബൻ മൈഗ്രേഷൻസ് ഒരുപാട് നടക്കുന്നത്. അപ്പോൾ ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ഒക്യുപ്പേഷന് വേണ്ടിയിട്ട്, പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ സ്വാധീനിച്ചിട്ട് മൈഗ്രേഷൻസ് ഒരുപാട് നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ, പെർമനൻറ്റ് ആൻഡ് ടെമ്പററി മൈഗ്രേഷൻ ആർ ദ 2 ടൈപ്സ് ഓഫ് മൈഗ്രേഷൻസ്. പെർമനൻറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഒരു കുടിയേറ്റം, പ്ലേസ് ഓഫ് ഒറിജിൻ, ഒരാളുടെ ജനന സ്ഥലത്ത് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള താമസ സ്ഥലത്ത് നിന്നും സ്ഥിരം മൈഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് പിന്നീടുള്ള കാലത്തേക്ക് അവരുടെ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷനിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ പെർമനൻ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ടെമ്പററി മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടോ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ടോ മെഡിക്കൽ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ടോ ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പ്ലേസ് ഓഫ് ഒറിജിൻ, പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെമ്പററി മൈഗ്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള 2 തരത്തിലുള്ള മൈഗ്രേഷനാണ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ. ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ ഓഫ് എ പേഴ്സൺ വിത്തിൻ എ കൺട്രി. ഒരു വ്യക്തി തൻ്റെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നതിന്, ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക്, പക്ഷെ അതെന്താണ്, അയാൾ ജനിച്ച് വളർന്ന രാജ്യത്തിനുള്ളിൽ തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നതിന്, കുടിയേറ്റം നടത്തുന്നതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര കുടിയേറ്റങ്ങൾ,
അത് നമുക്കറിയാം, ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി. ഒരു രാജ്യത്ത് നിന്നും ആളുകൾ മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുന്നതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള. പിന്നെ മൈഗ്രേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ മാരേജ്, വിവാഹം, ഡൈവോഴ്സ്, വിവാഹമോചനം, വിഡോഹുഡ്, വിധവാത്വം, ഇത്തരം കാരണങ്ങളാണ് മൈഗ്രേഷനിലേക്ക് നയിക്കുന്ന മറ്റൊരു ഘടകം. വിവാഹത്തിലൂടെ ഒരാൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒരു പെർമനൻറ്റ് മൈഗ്രേഷനാണ്. അതേസമയം തന്നെ അത് ഇൻറ്റേർണലോ ഇൻ്റർനാഷണലോ ആവാം. ഡൈവോഴ്സിലൂടെ പിന്നെ മൈഗ്രേഷൻ, കുടിയേറ്റം നടക്കുന്നു. നെക്സ്റ്റ് ഈസ് വിഡോഹുഡ്. ഇതിലൂടെയൊക്കെ കുടിയേറ്റങ്ങൾ നടക്കുന്നുണ്ട്. കുടിയേറ്റം എന്ന് പറയുന്നത് ജനസംഖ്യയെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ്. ജനസംഖ്യ വർദ്ധിക്കാനും അതേപോലെ തന്നെ ഔട്ട് മൈഗ്രേഷൻ നടക്കുന്ന സമയത്ത് ജനസംഖ്യ ഒരു റീജിയനിൽ, ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ കുറയാനും ഇത് കാരണമാവുന്നു. അപ്പോൾ പോപ്പുലേഷൻ ചേഞ്ചിൻ്റെ ഒരു ഘടകമാണ്, പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മൈഗ്രേഷൻ. നെക്സ്റ്റ് ഈസ് ദ പുഷ് ഫാക്ടേഴ്സ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് ഓഫ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ്റെ പുഷ് ഫാക്ടേഴ്സും പുൾ ഫാക്ടേഴ്സും. അപ്പോൾ പുഷ് ഫാക്ടേഴ്സ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ certain conditions or circumstances in a place of origin push the people to other places. പുഷ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചില ഘടകങ്ങൾ കുടിയേറ്റത്തെ, അതായത് ഒരു വ്യക്തി ഒരു പ്ലേസ് ഓഫ് ഒറിജിനിൽ ജീവിക്കുന്ന സമയത്ത് അയാൾ അവിടെ നിന്നും തള്ളി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ഈ പുഷ് ഫാക്ടേഴ്സ് കാരണമാവുന്നു. അതായത് ഒരു പ്രദേശത്ത് അയാൾ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ സ്ഥിരതാമസമാക്കിയ ആ സ്ഥലത്ത് ഉള്ള ചില ഘടകങ്ങൾ അയാൾ എന്ത് ചെയ്യും, നിർബന്ധപൂർവം അവിടെ നിന്നും തള്ളി മാറ്റിയിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് കുടിയേറുന്നതിന് കാരണമാവുന്നു. അതാണ് certain conditions or circumstances in a place of origin push the individual or people to other places. ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനസാന്ദ്രത കൂടുന്നത്. ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന അതിനെയാണ് ജനസാന്ദ്രത. ആ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെയാണ് നമ്മൾ ജനസാന്ദ്രത എന്ന ഈ ഒരു ടേമിൽ ഉൾപ്പെടുത്തുന്നത്. ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ചില പ്രദേശങ്ങളിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലായിരിക്കും. തിരുവനന്തപുരത്ത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ്. പിന്നെ നമ്മൾ പല പ്രദേശത്തും അങ്ങനെ കാണാം ജനസാന്ദ്രത, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ചില പ്രദേശങ്ങളിൽ. ഇത്തരത്തിലുള്ള ഈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ത് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പുഷ് ഫാക്ടറാണ്. മൈഗ്രേഷൻ്റെ ഒരു പുഷ് ഫാക്ടറാണ് ഈ ഡെൻസിറ്റി ഓഫ്. നെക്സ്റ്റ് വൺ ഈസ് എക്സോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് പരിസ്ഥിതി വിഭവങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ തീർന്നു പോകുന്ന ഒരവസ്ഥയാണ് എക്സോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ചില പ്രദേശങ്ങളിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുതലാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയ സ്ഥലങ്ങളിൽ, ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, നാച്ചുറൽ റിസോഴ്സസിൻ്റെ അഭാവം കാണപ്പെടുന്നു. ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യുന്നു, നിർബന്ധപൂർവ്വം മറ്റ് നാച്ചുറൽ റിസോഴ്സസ് കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുന്നു. അതായത് ചില ഇൻഫെർട്ടൈൽ ലാൻഡിൽ നിന്ന് ആളുകൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഫെർട്ടൈൽ ലാൻഡിലേക്ക് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് കൂടുതൽ അവൈലബിൾ ആവുന്ന ഏരിയകളിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന സ്ഥലത്തുള്ള നാച്ചുറൽ റിസോഴ്സസിൻ്റെ അഭാവം അല്ലെങ്കിൽ അത് കുറയുന്ന അവസ്ഥയിൽ ആളുകൾ അത്തരം സ്ഥലങ്ങളിൽ നിന്നും, അത് അവരുടെ പ്ലേസ് ഓഫ് ഒറിജിൻ ആയിരിക്കും അല്ലെങ്കിൽ പെർമനൻ്റ് റെസിഡൻസ് ആയിരിക്കും, അവിടെ നിന്നും അവരെന്ത് ചെയ്യുന്നു, പുഷ് ചെയ്തിട്ട് അവിടെ നിന്ന് അവർ നിർബന്ധപൂർവ്വം അവരുടെ പ്ലേസ് ഓഫ് ഒറിജിൻ മാറ്റിയിട്ട് പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാൻ ഇത്തരം ഘടകങ്ങൾ നയിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ്, ഡ്രോട്ട്, ഫാമിൻസ് എക്സെട്ര. വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത്, അതേപോലെ ഡ്രോട്ട്, വരൾച്ച ഉണ്ടാകുന്ന സമയത്ത്, ഫാമിൻസ്, ക്ഷാമം ഉണ്ടാകുന്ന സമയത്തൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ പ്ലേസ് ഓഫ് ഒറിജിൻ നിർബന്ധപൂർവം അവിടെ നിന്നും ചേഞ്ച് ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു. അപ്പോൾ കലാമിറ്റീസ്,
ഫ്ലഡ്, ചില പ്രദേശങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളായിരിക്കും, അവിടെ പിന്നെ ഫ്ലഡ്, ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് നിരന്തരമായിട്ട് ഇങ്ങനെ ഫ്ലഡ്, വർഷാവർഷങ്ങളിൽ മഴ ഉണ്ടാകുന്ന സമയത്ത് ഫ്ലഡ് ഉണ്ടാവുകയാണെങ്കിൽ, വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ അവർ നിർബന്ധപൂർവം അവരുടെ താമസ സ്ഥലം അവിടെ നിന്നും മാറ്റാൻ കാരണമാവുന്നു. പിന്നെ അടുത്തതായിട്ട് ഡ്രോട്ട് എന്ന സമയത്ത് അവർ നിർബന്ധപൂർവം അവരുടെ താമസം ഈ വരൾച്ച ബാധിത പ്രദേശത്ത് നിന്നും വരൾച്ച ഇല്ലാത്തൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ വിഭവങ്ങൾ സുലഭമായി ലഭിക്കുന്ന, മഴയൊക്കെ സുലഭമായി ലഭിക്കുന്ന പ്രദേശത്തേക്ക് മാറ്റാൻ നിർബന്ധിതമാവുന്നു. കാരണം വരൾച്ച ജലക്ഷാമത്തിനും ഭക്ഷ്യക്ഷാമത്തിലേക്കൊക്കെ നയിക്കുന്നു. ഇത് രോഗങ്ങൾ ഉണ്ടാവാനൊക്കെ കാരണമാവുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ അവരെന്ത് ചെയ്യുന്നു, അവരുടെ താമസ സ്ഥലം മാറ്റാൻ നിർബന്ധിതരാകുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഫാമിൻസ്, ക്ഷാമം, ഭക്ഷ്യക്ഷാമമൊക്കെ ഉള്ള സമയത്ത് ഇത്തരം റിസോഴ്സസ് സുലഭമായിട്ട് ലഭിക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നു, കുടിയേറ്റം നടത്തുന്നു. പിന്നെ സോഷ്യോ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, സാമൂഹികവും മതപരവും രാഷ്ട്രീയവുമായിട്ടുള്ള കാരണങ്ങൾ. സാമൂഹിക കാരണങ്ങൾ, ചില പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് താമസിച്ച് കഴിഞ്ഞാൽ അവരുടെ പിന്നെ കാസ്റ്റിനോ അതല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജിനോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു, അവരവരുടെ താമസം അവിടെ നിന്നും മാറ്റാൻ നിർബന്ധിതരാകുന്നു. അതാണ് സോഷ്യൽ പ്രോബ്ലംസ്. നെക്സ്റ്റ് വൺ ഈസ് റിലീജിയസ്, മതപരമായിട്ടുള്ള കാരണങ്ങൾ. ഇപ്പോൾ പിന്നെ മതപരമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പിന്നെ മൈനോറിറ്റി ഗ്രൂപ്പ്സ് ആയിരിക്കും, അവർ ഈ മെജോറിറ്റി ഗ്രൂപ്പ്സ് ആയിട്ടുള്ള റിലീജിയനിലേക്ക് ചെല്ലുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ട് ഈ മെജോറിറ്റി ഗ്രൂപ്പ് മൈനോറിറ്റി ഗ്രൂപ്പിന് എന്ത് ചെയ്യും, പലതരത്തിലും ഹരാസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ അവർ പിന്നെ അവിടെ നിന്നും മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാരണമാവുന്നു. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള മറ്റ് പല പ്രശ്നങ്ങളുണ്ടായിരിക്കും, റിലീജിയസ് കോൺഫ്ലിക്ട്സ്, അതല്ലെങ്കിൽ തങ്ങളുടെ സംസ്കാരം ഒരു പ്രദേശത്ത് തുടരാനാവാത്ത അവസ്ഥ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, മൈഗ്രേഷനിലേക്ക് നയിക്കുന്നു. പിന്നെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ, അത് രാജ്യങ്ങൾക്കിടയിലുള്ള സുരക്ഷയും അതേപോലെ തന്നെ കോൺഫ്ലിക്ട്സ്, പലതരത്തിലുള്ള കമ്മ്യൂണൽ കോൺഫ്ലിക്ട്സുകൾ, പിന്നെ റിലീജിയസ് കോൺഫ്ലിക്ട്സുകൾ, മറ്റു തരത്തിലുള്ള സോഷ്യൽ പ്രോബ്ലംസ്, കാസ്റ്റ് പ്രോബ്ലംസ്, ഇതൊക്കെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സാണ്. ഇവയൊക്കെ എന്ത് ചെയ്യുന്നു, കുടിയേറ്റത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്, പുഷ് ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് വൺ ഈസ് പുൾ ഫാക്ടേഴ്സ്. പുൾ ഫാക്ടേഴ്സ് ഓഫ് മൈഗ്രേഷൻ മീൻസ് ഇൻ സർട്ടൻ people from place of origin to the place of destination, that is the pull factors. ഒരു ചില പ്രദേശത്ത്, അതായത് അവരുടെ പ്ലേസ് ഓഫ് ഒറിജിനിൽ നിന്നും അവരെന്ത് ചെയ്യുന്നു, പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷനിലേക്ക് വലിക്കുന്ന ഘടകങ്ങളെ, പുൾ എന്ന് പറഞ്ഞാൽ വലിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. certain pull factors are discussed below. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ ഈ പുൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ വിദ്യാഭ്യാസം, നമ്മൾ റൂറൽ ഏരിയ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അർബൻ ഏരിയയിൽ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിരിക്കും, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ അർബൻ ഏരിയയ്ക്കാണ് എപ്പോഴും കഴിയുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നു, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ അർബൻ ഏരിയ റൂറൽ ഏരിയയിലുള്ള ആളുകൾ അങ്ങനെ വലിക്കുന്നു. അതായത് പിന്നെ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ വലിക്കുന്നു. അതിനെയാണ് പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയ അപേക്ഷിച്ച് അർബൻ ഏരിയയിൽ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഏരിയയിലൊക്കെ എന്തായിരിക്കും, എംപ്ലോയ്മെൻറ്റ് തൊഴിലവസരങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഈ പിന്നെ ആളുകളെ ഇത്തരത്തിലുള്ള ഏരിയകൾ ഇങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിൽ സാധ്യതകളുള്ള സ്ഥലങ്ങളിലേക്ക് തൊഴിൽ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ആളുകളങ്ങനെ വലിച്ച് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പുൾ ഫാക്ടറാണ്. നെക്സ്റ്റ് വൺ ഈസ് കൊമേഴ്സ്യൽ ആൻഡ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, അതായത് വാണിജ്യമായിട്ടുള്ള അവസരങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ആളുകൾ കുടിയേറാനുള്ള സാധ്യത വളരെയധികമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഫെസിലിറ്റീസ് ഫോർ ഹൈ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഫേവറബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ഫെസിലിറ്റീസ് ഫോർ ഹൈ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, പരിശീലന കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ കാലാവസ്ഥ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ എന്ത് ചെയ്യുന്നു, വലിച്ചെടുക്കുന്ന
ഒരു അവസ്ഥയാണ്. അത് മൈഗ്രേഷനിലേക്ക് നയിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു നല്ല തണുപ്പ് ഏറിയ ഒരു കാലാവസ്ഥയാണെങ്കിൽ അവിടെ ജീവിക്കാൻ പ്രയാസമായിരിക്കും. നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയാണെങ്കിൽ അവിടെയും ജീവിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ചൂടും തണുപ്പും കൂടെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ചില പ്രദേശങ്ങളിലായിരിക്കും മനുഷ്യവാസത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ. അത്തരം സ്ഥലങ്ങളിലേക്ക് ആളുകൾ കൂടുതലായിട്ട് കുടിയേറാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ അർബൻ ഏരിയ, പിന്നെ ഈ ടൗൺഷിപ്പുകളിലേക്കൊക്കെ ആളുകൾ കൂടുതലായിട്ട് കുടിയേറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥാന്തരങ്ങളിലൊക്കെ മൈഗ്രേഷൻ കുടിയേറ്റങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനിയും നമ്മുടെ ചുറ്റുപാടിലോ നിത്യജീവിതത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുടിയേറ്റങ്ങളുടെ കാരണങ്ങൾ ഒരുപാട് കാണാവുന്നതാണ്. പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പോപ്പുലേഷൻ, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിലൂടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, മൊഡ്യൂൾ 4, പോപ്പുലേഷൻ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. 4th മൊഡ്യൂളാണ് ജനസംഖ്യ വളർച്ച, വികസനം, നയങ്ങളും പദ്ധതികളും. അപ്പം ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെൻറ്റ് എന്താണ്, പോപ്പുലേഷൻ പോളിസീസ് എന്താണ്, ഫാമിലി പ്ലാനിങ് എന്താണ്, വെൽഫെയർ പ്രോഗ്രാംസ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഗ്രോത്ത്, സ്പെഷ്യൽ റെഫറൻസ് ടു കേരളത്തിനൊരു പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്താണ് ഈ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത് മീൻസ് ആൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മീൻസ് ആൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, വ്യക്തികളിലുണ്ടാവുന്ന വർധനവ്. ഒരു ജനസംഖ്യയിൽ വ്യക്തികളുടെ എണ്ണത്തിലുണ്ടാവുന്ന വർധനവിനെയാണ് നമ്മൾ ജനസംഖ്യ. പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ കേരള. പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ ഈസ് ഹൈ. India is a country in South Asia. It is the second most populous country in world. 136.64 crore is its population. The 7th largest country by land area. India is a federal union comprising 28 states and 8 union territories. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറീസും കൂടിയിട്ടുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ അവിടെ പലതരത്തിലുള്ള 28 സ്റ്റേറ്റ്സിലെയും കൾച്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഇന്ത്യയുടെ ഒരു പെക്യൂലിയാരിറ്റിയാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഇല്ലിറ്ററസി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സും ഒക്കെ നടക്കുന്നില്ല എന്ന് നമുക്കറിയാം. ചില സംസ്ഥാനങ്ങൾ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്, ചില സംസ്ഥാനങ്ങളിൽ എഡ്യൂക്കേഷൻ കുറവാണ്, ചില സംസ്ഥാനങ്ങളിൽ എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഇല്ലിറ്ററസി ഉള്ള സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിലും ഉള്ള ആളുകളുടെ കൾച്ചറിനനുസരിച്ചാണ് അവിടുത്തെ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് കാണുന്നത്. അപ്പോൾ ചില ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നും പോവർട്ടി അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളുടെ സ്റ്റാറ്റസ് വളരെ താഴ്ന്നിരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. പിന്നെ വിദ്യാഭ്യാസ നിലവാരം കുറവുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. അതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈ ഫെർട്ടിലിറ്റി, ഉയർന്ന ജനന നിരക്ക്, പോവർട്ടി, ഇല്ലിറ്ററസി, ഏർലി മാരേജ് സിസ്റ്റം, ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് മെയിൽ ചൈൽഡ്, ഇവയൊക്കെയാണ് ഹൈ ഫെർട്ടിലിറ്റിക്കുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. പോവർട്ടി എന്ന് പറയുമ്പോൾ അത് ഒരു ഇന്ത്യയിൽ സർവ്വമായിട്ട് കാണുന്ന ഒരു പ്രതിഭാസമാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലായിട്ടാണ് കാണുന്നത്. അടുത്തതായിട്ട് ഇല്ലിറ്ററസി എന്ന് പറഞ്ഞാൽ നിരക്ഷരത എന്ന് പറഞ്ഞാൽ പൊതുവെ അവിടെ വലിയൊരു സെക്ഷൽ ബേസിസിലുള്ളൊരു ഡിവിഷൻ ഓഫ് ലേബർ നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിരക്ഷരതയുള്ള സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾ മിക്കവാറും കുടുംബത്തിൽ ഉള്ള ജോലികൾ, അതായത് ചൈൽഡ് റെയറിങ്ങും വീട് നോക്കുക, പാചകം, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പുരുഷന്മാരായിരിക്കും ഇൻകം ജനറേറ്റേഴ്സ്.
അപ്പം അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഈ ജനന നിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. ആളുകൾക്ക് പിന്നെ സമൂഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ചോ അവബോധം ഇല്ലാത്ത അവസ്ഥയിൽ ഫെർട്ടിലിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്. ഏർലി മാരേജ് സിസ്റ്റം ഈസ് ദ അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയുടെ മറ്റൊരു സ്വഭാവം 8 വയസ്സാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസ പ്രായം എങ്കിലും അതിലും മുൻപായിട്ട് വിവാഹം കഴിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും ചൈൽഡ് ലേബർ പോലുള്ള സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഒരു കുടുംബത്തിലേക്കുള്ള വരുമാന മാർഗമായിട്ട് കുട്ടികളെ കാണുകയും ചൈൽഡ് ലേബറൊക്കെ കേരളത്തിന് പുറത്ത് സർവ്വസാധാരണമായിട്ട് കാണുന്നുണ്ട്. ഇന്ന് നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ചൈൽഡ് ലേബർ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ജനന നിരക്കിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് മെയിൽ ചൈൽഡ്, ആൺകുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ്, അതായത് പെൺകുട്ടികൾ എപ്പോഴും ഒരു ചിലവാണ്, അതല്ലെങ്കിൽ സമൂഹത്തിനൊരു ബാധ്യതയാണ്, കുടുംബത്തിനൊരു ബേർഡനാണ് എന്നൊക്കെ കരുതിയിട്ട് ആൺകുട്ടികൾ ഉണ്ടാവുന്നത് വരെ പ്രസവിക്കുന്ന ഒരു പ്രവണത ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫെർട്ടിലിറ്റി റേറ്റ് കൂട്ടാനാണ് സഹായിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഇന്ത്യയിൽ സർവ്വസാധാരണമാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ ഫെർട്ടിലിറ്റി കൂടാനുള്ള കാരണം. നെക്സ്റ്റ് വൺ ഈസ് ലോ മോർട്ടാലിറ്റി, മരണനിരക്ക് കുറവ്. അപ്പോൾ കൺട്രോൾ ഓഫ് എപ്പിഡമിക്സ് ആൻഡ് അതർ ഡെഡ്ലി ഡിസീസസ്, ഡെവലപ്മെൻറ്റ് ഓഫ് മെഡിക്കൽ സയൻസ്, ഡിക്ലൈൻ ഓഫ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഈ ലോ മോർട്ടാലിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ മോർട്ടാലിറ്റി റേറ്റ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. കൺട്രോൾ ഓഫ് എപ്പിഡമിക്സ്, പിന്നെ ഈ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്ന ഒരു ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതർ ഡെഡ്ലി ഡിസീസസ്, മറ്റ് മരണത്തിന് കാരണമാവുന്ന അസുഖങ്ങളെയും. ഡെവലപ്മെൻറ്റ് ഓഫ് മെഡിക്കൽ സയൻസ് ഒരുപാട് വികസനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ മോർട്ടാലിറ്റിയെ പിടിച്ചു നിർത്താൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡിക്ലൈൻ ഓഫ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മുമ്പ് കാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറവായിട്ടാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇന്ത്യയിൽ കൂടാനായിട്ടുള്ള കാരണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. ഈ 28 സംസ്ഥാനങ്ങളിലും 28 സംസ്കാരമാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തിലുള്ള ജനന നിരക്ക് അല്ലെങ്കിൽ മരണനിരക്ക്, മൈഗ്രേഷനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ കേരളത്തിലെ പോപ്പുലേഷൻ ഗ്രോത്ത്. Kerala is a state on the Malabar coast of India. It is the 21st largest Indian state by area, spread over 38,863 kilometer square. As per 2011 census, Kerala is the 13th largest state in India by population. കേരളത്തിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോപ്പുലേഷൻ 3,46,30,162 ആണ്. അപ്പം ഇവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ലോ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഹൈ ആണ്, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനാണ്. ഇതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ ഇൻ ഫെർട്ടിലിറ്റി റേറ്റിലുള്ള കുറവ്. ഫെർട്ടിലിറ്റി റേറ്റ് കേരളത്തിൽ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈ ലിറ്ററസി റേറ്റാണ് കേരളത്തിലുള്ളത്. 91 സംതിങ് ആണ് ലിറ്ററസി റേറ്റ് കേരളത്തിൽ സാക്ഷരതാ നിരക്ക് കൂടുതലാണ്. പിന്നെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ഓഫ് വിമൺ ഈസ് ഹൈ. വിമൺ എംപവർമെൻറ്റ് കേരളത്തിൽ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. സ്ത്രീ ശാക്തീകരണം, പിന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും, അവർ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് ജോലിക്ക്, അതായത് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി ചെയ്ത്
പണം സമ്പാദിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫെർട്ടിലിറ്റി റേറ്റിനെ കുറയ്ക്കുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസം നേടുന്നതോട് കൂടിയിട്ട് കേരളത്തിൽ വിദ്യാഭ്യാസ നിലവാരം കൂടുതലാണ്. ഇത് കൂടുന്നതോട് കൂടിയിട്ട് സമൂഹത്തെക്കുറിച്ചും പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ച് അവർ വളരെ അവബോധമുള്ളവരാണ്. അതേപോലെ തന്നെ പിന്നെ ഹെൽത്ത് സ്റ്റാറ്റസ്, സ്ത്രീകളുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഒക്കെ വളരെ കൂടിയിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസൊക്കെ എന്താണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഒരു കാലത്ത് ഫെർട്ടിലിറ്റി റേറ്റ് കുറവായിട്ടാണ് കാണപ്പെടുന്നത്. മുൻപ് കാലങ്ങളിലൊക്കെ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലായിരുന്നു. പിന്നെ അത് കാലം ചെല്ലുന്തോറും അത് എന്താണ് സമൂഹം അഡ്വാൻസ്ഡ് ആയിട്ട് അപ്പോൾ പോപ്പുലേഷൻ കാലം ചെല്ലുന്നതിനനുസരിച്ച് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഫെർട്ടിലിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 1980s ശേഷം പോപ്പുലേഷനിലൊരു സ്റ്റെബിലിറ്റിയാണ് കാണപ്പെടുന്നത്. ട്രാൻസിഷൻ ആരംഭിച്ചത് ആ കാലഘട്ടത്തിലാണ് ഒരു ട്രാൻസിഷനൊക്കെ വരുന്നത്. പിന്നെ ലോ മൈഗ്രേഷൻ ഫ്രം ദ സ്റ്റേറ്റ്. മൈഗ്രേഷൻ എന്താണ്? കുറവാണ്. ഫ്രം ദ സ്റ്റേറ്റിൽ നിന്നുള്ള മൈഗ്രേഷൻ കുറവാണ്. ഹൈ ലിറ്ററസി റേറ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ലാക്ക് ഓഫ് പ്രൊഫഷണൽ ആൻഡ് സ്കിൽഡ് ജോബ്സ്. ഇതുകൊണ്ടൊക്കെ തന്നെ എന്താണ് കേരളത്തിലേക്ക് ആളുകൾ വരുന്നത്, കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് കുറവാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ എന്താണ് പോപ്പുലേഷൻ കേരളത്തിൽ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ലോ മോർട്ടാലിറ്റി, ഇറ്റ് ഈസ് അനദർ ഫീച്ചർ ഓഫ് കേരള സൊസൈറ്റി. ലോ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞ തോതിലാണ് കാണപ്പെടുന്നത്. ഇന്ന് ഈ ജീവിതചര്യ രോഗങ്ങളെ കൊണ്ടുള്ള മരണങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കേരളത്തിൽ കുറവാണ്. ലോ മോർട്ടാലിറ്റിയാണ് കേരളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും എഡ്യൂക്കേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതേസമയം തന്നെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പെർ ക്യാപിറ്റ അടിസ്ഥാനത്തിൽ അത് കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂടുതലുള്ള പല സംസ്ഥാനങ്ങളിലും എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുതലായി. പെർ ക്യാപിറ്റ ഇൻകം കേരളത്തിൽ കുറവാണ്. അതേസമയം സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കുറവാണ്. ഇത്തരം ഒരു സംസ്ഥാനമായിട്ട് കൂടി കേരളത്തിൽ എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് കുറവായിട്ടാണ് കാണുന്നത്. അത് പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ്റെയും ഹെൽത്ത് കെയറിൻ്റെയും ഒരു സ്വാധീനമാണ് ഈ ഒരു പോപ്പുലേഷൻ്റെ ലോ ഗ്രോത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പോപ്പുലേഷൻ പോളിസീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അനലൈസ്ഡ് ഇൻ പ്രസൻറ്റ് ഡേ സൊസൈറ്റി. Population policy means the deliberate effort of state to influence the demographic variables. Demographic variables like fertility, mortality and migration. Population policy എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡെലിബറേറ്റ് സൂക്ഷ്മമായിട്ടുള്ള ഒരു ഉദ്യമമാണ് ടു ഇൻഫ്ലുവൻസ് ഡെമോഗ്രഫിക് വാരിയബിൾസ്. ഈ ജനസംഖ്യാ വ്യതിയാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ടുള്ള ജനനം, മരണം, കുടിയേറ്റം എന്നിവയെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ഭരണമോ ഭരണകർത്താക്കളോ ഗവൺമെൻറ്റോ നടത്തുന്ന സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ജനസംഖ്യാ നയങ്ങൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ഓർ എക്സ്പ്ലിസിറ്റ് പോളിസീസ്. Second one is indirect or implicit policies. Direct or explicit policies means the government taken action for the purpose of affecting a demographic outcome. അതായത് ഡയറക്റ്റ് ഓർ എക്സ്പ്ലിസിറ്റ് പോളിസീസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ടേക്കൺ ആക്ഷൻസ്, ഗവൺമെൻറ് എടുത്തിട്ടുള്ള ആക്ഷൻസ്, നടപടികൾ ഫോർ ദ പർപ്പസ് ഓഫ് എഫക്റ്റിംഗ് എ ഡെമോഗ്രഫിക് ഔട്ട്കം. ഒരു ഡെമോഗ്രഫിക് ഔട്ട്കം ജനസംഖ്യാപരമായിട്ടുള്ള ഫലം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഡയറക്റ്റ് ഓർ എക്സ്പ്ലിസിറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. വൺ ചൈൽഡ് പോളിസി ഓഫ് ചൈനയിൽ ഉണ്ടായിട്ടുള്ള വൺ ചൈൽഡ് പോളിസീസ്, ഒറ്റ കുട്ടി നയം,
ഇത് ഡയറക്റ്റ് ഓർ എക്സ്പ്ലിസിറ്റ് പോളിസീസിന് ഉദാഹരണമാണ്. പിന്നെ മൈഗ്രേഷൻ പോളിസീസ്, അതായത് ഈ വൺ ചൈൽഡ് പോളിസി എന്ന് പറയുന്നതിൽ ഒരു കുട്ടി, ഒരു ഫാമിലിയിൽ ഒരു കുട്ടി, അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എന്താണ്, അത് ഡയറക്റ്റായിട്ട് ഫെർട്ടിലിറ്റിയെ കുറയ്ക്കുന്നതിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ അതൊരു ഡയറക്റ്റ് പോളിസിയാണ്, നേരിട്ട് ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തനമാണ്. നെക്സ്റ്റ് വൺ ഈസ് മൈഗ്രേഷൻ ലോസ്, കുടിയേറ്റ നിയമങ്ങൾ. അത് എന്താണ്, മൈഗ്രേഷനെ തടയാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. ഇതും ഒരു ഡയറക്റ്റ് ഓർ എക്സ്പ്ലിസിറ്റ് പോളിസിയാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡയറക്റ്റ് ഓർ ഇംപ്ലിസിറ്റ് പോളിസീസ്. ഗവൺമെൻറ് ടേക്കൺ ആക്ഷൻസ് ദാറ്റ് ആർ ഇൻഡയറക്റ്റ്ലി ഹാവ് സം ഡെമോഗ്രഫിക് എഫക്ട്സ്. അതായത് ഈ ഡെമോഗ്രഫിക് വേരിയബിൾസിൻ്റെ ജനസംഖ്യ വ്യതിയാനത്തിൻ്റെ ഘടകങ്ങൾക്കു മുകളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നേരിട്ടല്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് ഇൻഡയറക്റ്റ് ഓർ ഇംപ്ലിസിറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് പ്രൊമോട്ടിംഗ് ഫീമെയിൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. Mainly 3 types of population policies taken by state or government to control the population. പോപ്പുലേഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് 3 രീതിയിലുള്ള നയങ്ങളാണ്, ജനസംഖ്യാ നയങ്ങളാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എടുക്കുന്നത്. അത് ഫസ്റ്റ് വൺ ഫെർട്ടിലിറ്റി ഇൻഫ്ലുവൻസിങ് പ്രോഗ്രാംസ്, സെക്കൻഡ് വൺ ഈസ് മോർട്ടാലിറ്റി ഇൻഫ്ലുവൻസിങ് പ്രോഗ്രാംസ് ആൻഡ് തേർഡ് വൺ ഈസ് മൈഗ്രേഷൻ ഇൻഫ്ലുവൻസിങ് പോളിസീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള 3 തരത്തിലുള്ള പോളിസീസാണ് ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഫെർട്ടിലിറ്റി ഇൻഫ്ലുവൻസിങ് പ്രോഗ്രാം. ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഈസ് ദ ആക്ച്വൽ റീപ്രൊഡക്റ്റീവ് പെർഫോമൻസ് ഓഫ് എ വുമൺ. Pro-natalist policies and anti-natalist policies are the 2 policies government by taken or state. ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എടുക്കുന്ന 2 തരത്തിലുള്ള പോപ്പുലേഷൻ പോളിസീസാണ് പ്രോ നാറ്റലിസ്റ്റ് ആൻഡ് ആൻറ്റി നേറ്റലിസ്റ്റ് പോളിസീസ്. പ്രോ നാറ്റലിസ്റ്റ് പോളിസീസ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യ ഉയർത്തുന്നതിന് വേണ്ടി, അതായത് ഫെർട്ടിലിറ്റി റേറ്റ്, ജനന നിരക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നയമാണ് പ്രോ നാറ്റലിസ്റ്റ് പോളിസീസ് എന്ന് പറയുന്നത്. അതായത് ഈ റിപ്ലേസ്മെൻറ്റ് ലെവലിൽ താഴെയായിട്ട് പോപ്പുലേഷൻ കുറയുന്ന സന്ദർഭങ്ങളിൽ സർക്കാർ ഏറ്റെടുക്കുന്ന നയമാണ് പ്രോ നാറ്റലിസ്റ്റ് പോളിസീസ് എന്ന് പറഞ്ഞാൽ. ആൻറ്റി നേറ്റലിസ്റ്റ് പോളിസീസ് എന്ന് പറഞ്ഞാൽ ജനന നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുക്കുന്ന നയങ്ങളാണ് ആൻറ്റി നേറ്റലിസ്റ്റ് പോളിസീസ് എന്ന് പറഞ്ഞാൽ. ദ പോളിസീസ് എയിംഡ് അറ്റ് റെഡ്യൂസിങ് ഫെർട്ടിലിറ്റി റേറ്റ്. അപ്പോൾ അതാണ് ആൻറ്റി നേറ്റലിസ്റ്റ് പോളിസീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫെർട്ടിലിറ്റി ഇൻഫ്ലുവൻസിങ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ ആയിട്ട് ഗവൺമെൻറ് ബർത്ത് റേറ്റ് കുറയ്ക്കാനോ കൂട്ടാനോ ആയിട്ട് ഗവൺമെൻറ് എടുക്കുന്ന പോളിസീസാണ് ഫെർട്ടിലിറ്റി ഇൻഫ്ലുവൻസിങ് പോളിസീസ് എന്ന് പറയുന്നത്. അതിൽ ചില പ്രധാനപ്പെട്ട നയങ്ങളാണ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു പീപ്പിൾ, ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ വില കുറഞ്ഞതും അതേസമയം തന്നെ ക്വാളിറ്റി കൂടിയതുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതോട് കൂടിയിട്ട് ആളുകൾക്ക് പോപ്പുലേഷനെ കുറിച്ചും പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ചും അവബോധമുണ്ടാവുന്നു. ഇങ്ങനെ എന്താ ചെയ്യുന്നത്, പോപ്പുലേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു ജോഗ്രഫിക്കൽ ഏരിയയ്ക്ക് അനുസരിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് പ്രൊവൈഡ് ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, നല്ല ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ നൽകുക. അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും മെഡിക്കൽ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫെർട്ടിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോ കോസ്റ്റ് കോൺട്രാസെപ്ഷൻ. ഈ ലോ കോസ്റ്റ് കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കുക, അതിൻ്റെ ചിലവ് കുറയ്ക്കുക. ഇതിലൂടെ ഫെർട്ടിലിറ്റിയെ നമുക്ക് നിയന്ത്രിക്കാനാവും. അൺവാണ്ടഡ് പ്രഗ്നൻസീസ് കുറയ്ക്കാനും കുട്ടികൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് കൂട്ടാനും ഇത് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഗവൺമെൻറ് സബ്സിഡീസ് ഫോർ ചൈൽഡ് കെയർ, ഹൗസിംഗ് ആൻഡ് ടാക്സ് ഇൻസെൻറ്റീവ്സ്. ഹൗസിങ്ങിനും ടാക്സ് ഇൻസെൻറ്റീവ്സും അതേപോലെ തന്നെ ചൈൽഡ് കെയറിന് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുക.
ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഫെർട്ടിലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. പിന്നെ വൺ ചൈൽഡ് പോളിസി, ഒറ്റ കുട്ടി നയം, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫെർട്ടിലിറ്റിയെ സ്വാധീനിക്കുന്ന ജനസംഖ്യ നയങ്ങളാണ്. നെക്സ്റ്റ് വൺ ഈസ് മോർട്ടാലിറ്റി ഇൻഫ്ലുവൻസിങ് പ്രോഗ്രാംസ്. മോർട്ടാലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, മോർട്ടാലിറ്റി മീൻസ് ദ പെർമനൻറ്റ് ഡിസപ്പിയറൻസ് ഓഫ് ഓൾ എവിഡൻസസ് ഓഫ് ലൈഫ് അറ്റ് എനി ടൈം ഓഫ് ലൈഫ്. അതിനെയാണ് നമ്മൾ മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. ഈ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഒരു കാലത്ത് വളരെ കാലങ്ങൾക്ക് മുൻപ് മോർട്ടാലിറ്റി റേറ്റ് ഹൈ ആയിരുന്നു. കാരണം എന്താണ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അഡ്വാൻസ്ഡ് ആയിരുന്നില്ല, മെഡിക്കൽ ഫെസിലിറ്റീസ് അഡ്വാൻസ്ഡ് ആയിരുന്നില്ല, പിന്നെ പോവർട്ടി, എക്സോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഇതൊക്കെ മോർട്ടാലിറ്റിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരുന്നു. എപ്പിഡമിക്സ്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാലം ചെല്ലുന്നതിനനുസരിച്ച് സമൂഹം അഡ്വാൻസ്ഡ് ആവാൻ തുടങ്ങി. പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ്, ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ടായി, പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് അഡ്വാൻസ്ഡ് ആയി, ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയി. ഇതൊക്കെ മോർട്ടാലിറ്റിയെ കുറയ്ക്കാൻ സഹായിച്ചു. അപ്പോൾ മോർട്ടാലിറ്റി റേറ്റിനെ കുറയ്ക്കാൻ, മോർട്ടാലിറ്റി റേറ്റിൽ പിന്നെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനെ കൂടി കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് മോർട്ടാലിറ്റി റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പ്രോഗ്രാംസാണ് വാരിയസ് പ്രോഗ്രാംസ് ടു ഇറാഡിക്കേറ്റ് മാസ് കില്ലേഴ്സ് സച്ച് ആസ് മലേറിയ, കോളറ. അതായത് കോളറ, മലേറിയ പോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ കുട്ടികൾക്ക് ആയി ആരംഭിച്ചിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ്, കുത്തിവയ്പ്പ് പോലുള്ള സംരംഭങ്ങൾ. ഇതൊക്കെ എന്താ ചെയ്യുന്നത്, മോർട്ടാലിറ്റി, ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയും അതേസമയം തന്നെ വലിയ ആളുകൾക്കിടയിലുള്ള മോർട്ടാലിറ്റിയും കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ പ്രൊവൈഡ് ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, പിന്നെ ആരോഗ്യ പദ്ധതികൾ. ഇതൊക്കെ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാനുള്ളതാണ്. ഹൗസിംഗ് ടു പുവർ, പാവപ്പെട്ട ആളുകൾക്കുള്ള പാർപ്പിട സൗകര്യങ്ങൾ, പിന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വരുന്ന ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികൾ, പിന്നെ പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ പദ്ധതികൾ. ഇതൊക്കെ മോർട്ടാലിറ്റി റേറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നെക്സ്റ്റ് വൺ ഈസ് മൈഗ്രേഷൻ ഇൻഫ്ലുവൻസിങ് പ്രോഗ്രാംസ്. മൈഗ്രേഷൻ ഈസ് എ ഫാക്ടർ ഓഫ് പോപ്പുലേഷൻ ഡൈനാമിക്സ് ഓർ പോപ്പുലേഷൻ ചേഞ്ച്. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ജോഗ്രഫിക്കൽ മൂവ്മെൻറ്റ്. ഇറ്റ് മീൻസ് ദ movement of people from place of origin to the place of destination. Migration influencing policies means the policies taken for restricting the movement from one geographical area to another geographical area due to various political, social and medical reasons. അതായത് മെഡിക്കൽ റീസൺസിൻ്റെയും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റീസൺസ്, സാമൂഹികവും രാഷ്ട്രീയവും മെഡിക്കൽ രീതിയിലുള്ള കാരണങ്ങളാൽ ചില ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്നും മറ്റ് ജോഗ്രഫിക്കൽ ഏരിയയിലേക്കുള്ള മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്ന അല്ലെ നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ ഇൻഫ്ലുവൻസിങ് പോളിസീസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മൈഗ്രേഷൻ ഇൻഫ്ലുവൻസിങ് പോളിസീസ് നമുക്ക് കാണാൻ കഴിയും ഇന്ന് നമ്മളെ പ്രസൻറ്റ് ഡേ സൊസൈറ്റിയിൽ. കൊറോണയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കോവിഡ് പോസിറ്റീവായ ആളുകൾ കൂടുതലായിട്ടും മൈഗ്രേറ്റ് ചെയ്യുന്നതിന് പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മുമ്പ് കാലങ്ങളിൽ സാർസ് പോലുള്ള രോഗങ്ങൾ അത് മറ്റ് രാജ്യങ്ങളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളും ഈ മൈഗ്രേഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പോളിസീസ് കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൈഗ്രേഷൻ ഇൻഫ്ലുവൻസിങ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ. അതേപോലെ കുറച്ച് മുൻപ് വന്നിട്ടുള്ള നിദാക്കാത്ത്, അതായത് അതൊരു മൈഗ്രേഷൻ ഇൻഫ്ലുവൻസിങ് പോളിസിയാണ്. ഒരു രാജ്യത്ത് നിന്നും മറ്റു രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ആ രാജ്യത്ത് ജനിച്ചു വളർന്ന ആളുകൾക്ക് തന്നെ അവിടെ വർക്ക് ചെയ്യാനും ഒക്കെയുള്ള പ്രാതിനിധ്യവും മുൻഗണനയും കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. ഇതിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മൈഗ്രേഷനെ റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോൾ ഈ മൈഗ്രേഷൻ ഇൻഫ്ലുവൻസിങ് പോളിസീസ് നമ്മളുടെ സമൂഹത്തിൽ നമുക്ക് സർവ്വസാധാരണമായിട്ട് കാണാൻ സാധിക്കുന്നു. നാഷണൽ ആക്ട് 1983, ദ കോമൺവെൽത്ത് ഇമിഗ്രേഷൻ ആക്ട് ഓഫ് 1966 എക്സെട്ര ആർ ദ മേജർ മൈഗ്രേഷൻ ഇൻഫ്ലുവൻസിങ് പ്രോഗ്രാംസ്.
ഫാമിലി പ്ലാനിങ് ആൻഡ് വെൽഫെയർ പ്രോഗ്രാംസ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാമിലി പ്ലാനിങ് ആൻഡ് വെൽഫെയർ പ്രോഗ്രാംസ് ആണ്. പോപ്പുലേഷൻ പോളിസി, ജനസംഖ്യാ നയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാംസ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഡിസ്കസ് വാട്ട് ഈസ് ഫാമിലി പ്ലാനിങ്. Family planning means planning by individual or couple to have only the children they want when they want them. India is the first country in the world to launch a national program for family. അപ്പോൾ ഒരു 1952 ഈ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. മാർഗരറ്റ് സാങ്ങർ ആണ്. മാർഗരറ്റ് സാങ്ങർ നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് ഫാമിലി പ്ലാനിങ്. It is a decision-making process by couples together or individually on the number of children that they would like to have in their lifetime and the age interval between family planning and welfare programs. Family planning and welfare programs എന്ന് പറയുന്നത് പോപ്പുലേഷൻ പോളിസീസ്, ജനസംഖ്യാ നയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. Family planning means planning by the individual or couple to have only the children they want when they want them. ഈ ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ബൈ ഇൻഡിവിജ്വൽസ്, വ്യക്തികളോ അല്ലെങ്കിൽ ദമ്പതിമാരോ നടത്തുന്ന ആസൂത്രണമാണ്. ടു ഹാവ് ഓൺലി ദ ചിൽഡ്രൻ, അവർക്ക് കുട്ടികൾ വേണോ അല്ലെങ്കിൽ എപ്പോഴാണ് കുട്ടികൾ വേണ്ടത് അതിനൊക്കെ അനുസരിച്ച് നടത്തുന്ന ആസൂത്രണത്തെയാണ് നമ്മൾ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത്. Family planning program is the first national program launched in 1952 for reducing birth rate to stabilize the population at a level of consistent with the requirement of national economy. അതായത് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുടുംബാസൂത്രണ പദ്ധതി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദേശീയ പദ്ധതിയാണ്. 1952 ഇത് തുടങ്ങിയിട്ടുള്ളത്. ബർത്ത് റേറ്റ്, ജനന നിരക്ക് കുറച്ചിട്ട് പോപ്പുലേഷനെ എന്ത് ചെയ്യാം, ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസരിച്ച രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പദ്ധതിയാണ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. സ്ത്രീകളുടെയും സമൂഹത്തിൻ്റെയും റിപ്രൊഡക്റ്റീവ് റൈറ്റ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതും കൂടെ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യമാണ്. Family welfare includes not only planning of birth but the welfare of whole family by means of total family health care. Family welfare program has high priority in India. India was the first country in the world to launch a national program for family. Margaret Sanger is known as the founder of family planning. ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത് മാർഗരറ്റ് സാങ്ങർ ആണ്. അപ്പോൾ ഈ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം, കുടുംബാസൂത്രണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് എ വെൽഫെയർ പ്രോഗ്രാം. ഇതൊരു ക്ഷേമ പദ്ധതിയാണ്. ഇറ്റ് ഡിഫൈൻഡ് ആസ് എഡ്യൂക്കേഷണൽ, കോംപ്രിഹെൻസീവ്, മെഡിക്കൽ ഓർ സോഷ്യൽ ആക്ടിവിറ്റീസ്. ഇതൊരു എഡ്യൂക്കേഷണൽ, കോംപ്രിഹെൻസീവ്, മെഡിക്കൽ ഓർ സോഷ്യൽ ആക്ടിവിറ്റീസാണ്. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, വിശാലമായിട്ടുള്ള മെഡിക്കൽ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസാണ്. വിച്ച് എനാബിൾ ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡിംഗ് മൈനേഴ്സ് ടു ഡിറ്റർമൈൻ ഫ്രീലി the number and spacing of their children and to select the means by which this may be achieved. അതായത് സ്വതന്ത്രമായിട്ട് വ്യക്തികളെ സ്വതന്ത്രമായി ചിന്തിക്കാനായിട്ട് പ്രാപ്തരാക്കുക. അതായത് അവരുടെ റിപ്രൊഡക്ഷനെ കുറിച്ചും റിപ്രൊഡക്റ്റീവ് റൈറ്റ്സിനെ കുറിച്ചും കുട്ടികൾ തമ്മിലുള്ള പിന്നെ ഡിഫറൻസിനെ കുറിച്ചും എപ്പോഴാണ് അവർക്ക് പിന്നെ കുട്ടികൾ വേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്ന രീതിയിൽ ഉള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഈ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബാസൂത്രണ പ്രക്രിയ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നെ വ്യക്തികൾക്ക് അവരുടെ റിപ്രൊഡക്ഷനെ കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് അവെയർ ആവാനും അതേസമയം തന്നെ അവർക്ക് എപ്പോഴാണ് കുട്ടികൾ വേണ്ടത്, രണ്ട് കുട്ടികൾ തമ്മിൽ എത്ര ഡിഫറൻസ് വേണം, അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം സഹായിക്കുന്നുണ്ട്. ഫാമിലി പ്ലാനിംഗ് ഈസ് എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ബൈ കപ്പിൾസ് ടുഗദർ ഓർ individually on the number of children that they would like to have in their lifetime and the age interval between children.
പ്രധാനമായിട്ടും സ്ത്രീകളുടെ ആരോഗ്യം, കുട്ടികളുടെ ആരോഗ്യം, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, പിന്നെ കുടുംബക്ഷേമം, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് ഫാമിലി പ്ലാനിങ്ങിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം: റെഡ്യൂസ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ശൈശവ മരണനിരക്ക്, ശിശു മരണനിരക്ക് കുറയ്ക്കുക. എൻകറേജ് ലേറ്റ് മാരേജ്, വൈകിയുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇംപ്രൂവ് വിമൻസ് ഹെൽത്ത്, സ്ത്രീകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക. കൺട്രോൾ ഓഫ് കമ്മ്യൂണൽ ഡിസീസസ്, പകർച്ചവ്യാധികളെ നിയന്ത്രിക്കുക. അപ്പോൾ ഈ നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക സ്ത്രീകൾക്കും കുട്ടികൾക്കും. പിന്നെ റിപ്രൊഡക്റ്റീവ് എഡ്യൂക്കേഷൻ, അതായത് സെക്ഷൽ എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുക, റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക. സോഷ്യൽ ഡെവലപ്മെൻറ്റ്, പോപ്പുലേഷൻ ഗ്രോത്ത് എന്നിവയെക്കുറിച്ചുള്ള അറിവ് നൽകുക എന്നുള്ളതാണ് ഈ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിലൂടെ നടക്കുന്നത്. ഇറ്റ് ഈസ് എ വെൽഫെയർ പ്രോഗ്രാം, ഇതൊരു ക്ഷേമ പദ്ധതിയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും അതിലൂടെയാണ് പോപ്പുലേഷൻ ഗ്രോത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി പ്ലാനിങ്ങിൽ പ്രോഗ്രാമിലൂടെ ട്രൈ ചെയ്യുന്നത്. താങ്ക് യു.